ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പരിവാഹൻ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പല സർവീസുകൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള SMS അലേർട്ട്സ് നമുക്ക് വരും. അതേപോലെ തന്നെ പുതിയ റൂൾസ് പ്രകാരം PUC സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരികയും നമ്മൾ ആ OTP ആ സർവീസ് പ്രൊവൈഡർക്ക് അത് നൽകണം. എന്നാൽ മാത്രമേ PUC ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഇനി മൊബൈൽ നമ്പർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പരിവാഹൻ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ലാപ്ടോപ്പിലോ മൊബൈലിലോ parivahan.gov.in സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് അഡ്രസ്. ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്ന പോപ്പപ്പ് കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ പോപ്പപ്പിൽ നമുക്ക് വാഹനിലേക്കുള്ള ലിങ്കുമുണ്ട്, സാരഥിയിലേക്കുള്ള ലിങ്കും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം മൊബൈൽ നമ്പർ വാഹൻ വെബ്സൈറ്റിൽ എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതും സാരഥിയിൽ എന്തിനു വേണ്ടിയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വാഹൻ വെബ്സൈറ്റിൽ പോയി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ PUC സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് OTP റിസീവ് ചെയ്ത് OTP കൊടുത്താൽ മാത്രമേ PUC സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. വാഹൻ എന്നുള്ള QR കോഡ് കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താലും അതേ ലിങ്കിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്നുള്ള ഈ ഇൻ്റർഫേസ് ഓപ്പൺ ആവുകയും അവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, ചേസിസ് നമ്പറും എൻജിൻ നമ്പറും കംപ്ലീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അതിനുശേഷം വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ്, പിന്നെ രജിസ്ട്രേഷൻ എക്സ്പയറി ഡേറ്റ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് ഫിറ്റ്നസിൻ്റെ എക്സ്പയറി ഡേറ്റും പ്രൈവറ്റ് വെഹിക്കിൾസിന് രജിസ്ട്രേഷൻ വാലിഡിറ്റിയുമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഈ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഈ ക്യാപ്ച കൊടുത്ത് വാലിഡേറ്റ് കൊടുക്കുക. വാലിഡേറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആധാർ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടുള്ള കോളം അപ്പിയർ ആകും. നമ്മുടെ ആധാർ നമ്പർ, പിന്നെ എൻ്റർ നെയിം ആസ് രജിസ്റ്റേർഡ് ഇൻ ആധാർ, ആധാറിലുള്ളതുപോലെ തന്നെ നമ്മുടെ നെയിം, അതേപോലെ തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ. ഈ 3 ഡീറ്റെയിൽസ് അതാത് കോളത്തിൽ മെൻഷൻ ചെയ്യുക. വാഹനിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. ഇനി ആധാറുമായിട്ട് ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ചില ഡോക്യുമെൻറ്റ്സ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം RTOയെ വിസിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അക്ഷയ കേന്ദ്രം വഴി ചെയ്യേണ്ടി വരും. ഈ 3 ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യുക. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP കാണിച്ചിരിക്കുന്ന കോളത്തിൽ ആഡ് ചെയ്തിട്ട് വാലിഡേറ്റ് OTP കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ആയി. ഇങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും സെയിം ഇൻ്റർഫേസിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അതേപോലെ സാരഥി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും. അവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ വാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ലഭിച്ച കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും PUC സർട്ടിഫിക്കറ്റ് എക്സ്പയറി കഴിഞ്ഞപ്പോൾ ലഭിച്ച നോട്ടിഫിക്കേഷനാണ് ആദ്യത്തേത്. പിന്നെ ഞാൻ PUC സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് OTP ലഭിച്ച നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തേത് എനിക്ക് PUC സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജ്. അതിൽ PUC സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വെഹിക്കിൾ ഡീസലാണ്, അതുകൊണ്ടാണ് 110 രൂപ. പിന്നെ B3 സീരീസ് ആണ്, അതുകൊണ്ടാണ് 6 മാസത്തേക്കിനുള്ള വാലിഡിറ്റി. നമ്മുടെ മൊബൈൽ നമ്പർ വാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ RC സ്റ്റാറ്റസ്, രജിസ്ട്രേഷൻ റിന്യൂവൽ നോട്ടിഫിക്കേഷൻ, ഇൻഷുറൻസ് എക്സ്പയറി റിമൈൻഡേഴ്സ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റിമൈൻഡേഴ്സ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ്സ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ സർവീസിൻ്റെ എല്ലാം SMS അലേർട്ട്സ് നമ്മളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ OTP വെരിഫിക്കേഷൻ വേണ്ട സർവീസസിൻ്റെ OTPയും നമ്മുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ സാരഥിയിലും നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. സാരഥിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള SMS അപ്ഡേറ്റ്സ് നമുക്ക് സാരഥി മുഖാന്തരമാണ് ലഭിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ സ്ലോട്ട് ബുക്കിംഗ്, നമ്മുടെ ഡ്രൈവിങ്ങിന് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിനൊക്കെ സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ OTP വെരിഫിക്കേഷൻ SMSും ലഭിക്കുന്നതായിരിക്കും. ഈ എസ്പെഷ്യലി ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസിനാണ് സാരഥി ഉപയോഗിക്കുന്നത്. വാഹൻ ഉപയോഗിക്കുന്നത് വെഹിക്കിൾ റിലേറ്റഡ്, അതായത് വെഹിക്കിൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് സർവീസസിനാണ് വാഹൻ ഉപയോഗിക്കുന്നത്. മൊബൈൽ നമ്പർ അപ്ഡേറ്റിന് ശേഷം ഫ്രോഡ് മെസ്സേജസ് അല്ലെങ്കിൽ ഫ്രോഡ് SMS അലേർട്ട്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി വാട്സപ്പ് മുഖാന്തരം .apk ഫയൽ അത് ഡൗൺലോഡ് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്.
അതൊന്നും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വരുന്നതല്ല. കേരള MVDയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടാണ് വാട്സപ്പിൽ നിന്ന് വരുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം ലഭിച്ചതാണ്. ഫ്രോഡ് മെസ്സേജസിനെ കുറിച്ചുള്ള അറിവുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ആ നമ്പർ റിപ്പോർട്ട് ആൻഡ് ബ്ലോക്ക് ചെയ്തു വാട്സപ്പിൽ. സോ നിങ്ങളും ബി കെയർഫുൾ. SMS കിട്ടുമ്പോൾ സെൻഡറിൻ്റെ നെയിം നോക്കുക. അത് ഒഫീഷ്യലി വാഹൻ ആയിരിക്കണം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും മൊബൈൽ നമ്പർ അല്ലെങ്കിൽ സംവെയർ ഫ്രോഡായിട്ട് തോന്നുകയാണെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യരുത്. ശരി, ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റെപ്പിംഗ് ഔട്ട്. ഗുഡ് ബൈ.